തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനു മുന്നിലും ഏറ്റുമുട്ടി SFI KSU പ്രവർത്തകർ. സംഘർഷത്തിനിടെ M. വിൻസെന്റ് MLA SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഏറ്റുമുട്ടലിൽ ഒരു KSU പ്രവർത്തകനും പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. KSU ജില്ലാ നേതാവിനെതിരെ ഇടിമുറിയിലിട്ട് SFI പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു സംഘർഷം. ഇന്നലെ രാത്രി 8 മണിയോടെ കാര്യവട്ടം ക്യാമ്പസിലാണ് സംഘർഷം തുടങ്ങിയത്. ക്യാമ്പസിലെ വിദ്യാർത്ഥിയും KSU ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ സാൻ ജോസിനെ ഇടിമുറിയിൽ പൂട്ടിയിട്ട SFI കാർ അതിക്രൂരമായി മർദ്ദിച്ചെന്ന KSU. ഇവനെ എടുക്കണമെന്ന് കണ്ട് ഒറ്റപ്പാലം പഴയ MP ഉണ്ട് അജയ് കുമാർ, അയാളുടെ മകൻ ഓർഡർ ഇട്ടു. അതിനുശേഷം എന്നെ 121 റൂമിലോട്ട് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. വയറിലൊക്കെ ഇങ്ങനെ പിടിച്ച് കുറുക്കിലടിച്ചു, തലയ്ക്ക് അടിയുണ്ട്. ആ ക്യാമ്പസിലുള്ള എല്ലാ SFIക്കാരും ആ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്നു. മർദ്ദിച്ച SFIക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSU പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇവിടേക്ക് SFI പ്രവർത്തകർ കൂടി എത്തിയതോടെ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ പോർവിളിയിലേക്ക് നീങ്ങി. ഇതിനിടെ MLAമാരായ ചാണ്ടി ഉമ്മനും M. വിൻസെന്റും പോലീസ് സ്റ്റേഷനിലെത്തി. കാറിൽ നിന്നിറങ്ങിയ M. വിൻസെന്റ് MLAയെ SFI പ്രവർത്തകർ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്തു. ഇതോടെ സ്റ്റേഷന് മുന്നിൽ വൻ സംഘർഷം. ഞാനിവിടെ വന്നിറങ്ങിയ ഉടനെ SFIക്കാരെ ആക്രമിക്കുകയാണ് ചെയ്തത്. SFIക്കാരുടെ ധാർഷ്ട്യം എത്രമാത്രമാണെന്ന് തെളിയിക്കാൻ. സംഘർഷത്തിനിടെ KSU മാറിവാനിയൂസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആദിനാഥിനും CPO സന്തോഷിനും പരിക്കേറ്റു. അതേസമയം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം ആസൂത്രിതമായിരുന്നുവെന്ന് SFI ആരോപിച്ചു. ബോധപൂർവം KSUവും കോൺഗ്രസുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നും SFI നേതൃത്വം. ഈ വിഷയം ആസൂത്രിതമായി യൂത്ത് കോൺഗ്രസ് നടത്തിയത്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ നമ്മളെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്പോട്ടിൽ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ക്യാമ്പസിനകത്തേക്ക് വന്നു. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഒരു വിഷയം നടന്ന ഉടനെ തന്നെ അവിടെ വരുന്നത്? പുലർച്ചെ 2 മണിവരെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിസരം സംഘർഷഭരിതമായിരുന്നു. ഇരുകൂട്ടരുടെയും പരാതികളിൽ കേസെടുക്കാമെന്ന പോലീസ് ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. റിപ്പോർട്ടർ തിരുവനന്തപുരം. പുലർച്ചെ വരെ ഏകദേശം ഒരു 2 മണിവരെ സംഘർഷഭരിതമായിരുന്നു. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നറിയാം. അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. അർച്ചന, പുലർച്ചെ വരെ 2 മണിവരെ ഏകദേശം തലസ്ഥാന നഗരി സംഘർഷാവസ്ഥയിൽ ഉണ്ടായ സാഹചര്യമായിരുന്നു. പിന്നീട് എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? അവിടുത്തെ സാഹചര്യം എന്താണിപ്പോൾ? അതെ, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം കാര്യവട്ട ക്യാമ്പസിലാണ് SFI KSU പ്രവർത്തകർ പോരുതിരിഞ്ഞ് ആക്രമണം അഴിച്ചുവിട്ടത്. KSU പ്രവർത്തകരെ SFI കോളേജിൽ നിന്നും മർദ്ദിച്ചുവെന്നാണ് ഇവർ KSUക്കാർ SFIക്കെതിരെ ആരോപിക്കുന്ന ആരോപണവും. ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത്. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചെങ്കിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ SFIക്കാരെ അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കിയില്ല എന്നും അവർ പറയുന്നുണ്ട്. തുടർന്നാണ് പോലീസ് സ്റ്റേഷൻ KSU പ്രവർത്തകർ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷൻ ഇവർ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് MLAമാരും ചാണ്ടിയുമ്മനും അതുപോലെ തന്നെ M. വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ള MLAമാരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ചും SFI KSU പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഉന്തും തള്ളും ഉൾപ്പെടെയുള്ള എല്ലാ അക്രമ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. M. വിൻസെന്റ് MLAക്ക് അടക്കം ഉന്തും തള്ളും ഏൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇന്നലെ പുലർച്ചെ 2 മണി വരെ ഒരു അക്രമ സാധ്യത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ SFIക്കാർ ഇതിനെതിരെ SFIക്കാർ പറയുന്നത് KSU കരുതിക്കൂട്ടി ഒരു ആക്രമണം നടത്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു എന്ന കാര്യമാണ് SFIക്കാർ KSUവിനെതിരെ ആരോപിക്കുന്ന ആരോപണവും. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലുമായിരുന്നു SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയ സാഹചര്യമുണ്ടായത്. സംഘർഷത്തിനിടെ M. വിൻസെന്റ് MLAയെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ ഒരു KSU പ്രവർത്തകനും പോലീസുകാരനും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം പുലർച്ചെ വരെ ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.